സുപ്രഭാതം. ഇന്ന് രാമായണ പാരായണത്തിലെ 17ാമത്തെ ദിവസമാണ്. 17ാം ദിവസത്തെ പേജുകളാണ് ഞാനിത് വായിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ രമതമാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപതി, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ ദാനം വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. സുഗ്രീവ രാജ്യാഭിഷേകം. സുഗ്രീവനോടരുൾ ചെയ്താനന്തര മഗ്രജപുത്രനാമംഗതൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹപര്യന്തമാഹന്ത ചെയ്ക നീ. രാമാജ്ഞയാ തെളിഞ്ഞു സുഗ്രീവനും മാമോദപൂർവമുരുക്കിനാ തുടങ്ങിനാൾ. സൗമ്യമായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യ പ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം പേരീ മൃദംഗാദിവാദ്യഘോഷത്തോടെയും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത് സ്നാത്വാ ജഗാമരകുത്തമ സന്നിധം. മന്ത്രികളോടും പ്രണമ്യ പദാംബുജമന്തർമുദ പറഞ്ഞാൻ കവിപുങ്കവൻ, രാജ്യത്തെ രക്ഷിച്ചുകൊള്ളുക വേണമിനി. പൂജനാകും നിന്തിരുവടി സാദരം, ദാസനായുള്ളൂരടിയനിത്തവ ശാസനയും പരിപാലിച്ചു സന്തതം. ദേവദേവേശതബോധപത്മദ്വയം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചരിച്ചരുൾ ചെയ്തു രഘുത്തമൻ. നീ തന്നെ, ഞാൻ അതിൽ ഒരു സംശയം, പ്രീതനായി പോയാലും ആശുമാജ്ഞയ. രാജ്യാധിപത്യം നിനക്കുതാ തന്നെ നിനേ, പൂജ്യനായി ചെന്ന് അഭിഷേകം കഴിക്കു നീ. നൂനമോരു നഗരം പോവുകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം. സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൽ സൗമർത്ഥ്യമുള്ള കുമാരനെ പിന്നെ നീ. യൗവരാജ്യാർത്ഥാഭിഷേക ജയപ്രഭോ, സർവമധീനം നിനക്കു രാജ്യം സഖേ. ബാലിയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ.
അത്രിശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യ പ്രഭൃതി ചാതുർണ്യസാമാകുലാൽ. പിന്നെ പരീക്ഷം കഴിഞ്ഞാൽ അനന്തര അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്വങ്കിതാനിരിപ്പേടമറിഞ്ഞുവ നിന്നോട് ചൊൽകയും വേണം അവസഖേ. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജയ് സമം. രാഘവൻ തന്നോട് നിശ്ചയം കൈക്കൊണ്ട് വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു പുരിപൂക്കഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തേ സുമിത്രാത്മജൻ സോദരനോടും പ്രവശ്യനാഖീകിരവും. സാദരം ചെന്നു കരേറി രഘുത്തമൻ ഉന്നതമൂർധ്വശിഖരം പ്രവേശിച്ചു നിന്ന നേരമൊരു ഗഹുരം കാണായി. സ്ഫാടികദീപ്തി കലർന്നു വിളങ്ങിന ആടകദേശം മണിപ്രവരോജ്വലം വാതവരിഷ ഹിമാതപവാരണം പാതപവൃന്ദ ഫലമൂല സഞ്ജീതം. തത്രൈവ വാസായ രോചയാമാസസൗ മിത്രാണ ശ്രീരാമഭദ്രൻ മനോഹരൻ. സിദ്ധയോഗീന്ദ്രാദിഭക്തജനം തഥാ മർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ പൃഷിമൃഗാതിരൂപം ധരിച്ചന്വഹം പക്ഷിത്വജനെ ഭജിച്ചു തുടങ്ങിന. സാവരജംഗമച്ചാദികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിന. രാഘവൻ തത്ര സമാധി വിരതന ഏകാന്തദേശേ മരുവും ദേശാന്തരെ ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം. രാഘവനോട് ചോദിച്ചരുളീടിനാൻ കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗം മാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപതേ. വർണ്ണാശ്രമികൾക്കു മോക്ഷതം പോലത് വർണ്ണിച്ചരുൾ ചെയ്യുക വീണം ദയാനിധി. നാരദവ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ട് സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നതെന്നു കേൾപ്പുണ്ടു ഞാൻ. ഭക്തനായി ദാസനായുള്ളോരടിയന് മുക്തിപ്രദമുപദേശിച്ചരുളണം. ലോകൈകനാഥ ഭവാൻ അരുൾ ചെയ്യിലോ ലോകോപകാരമാകുമുണ്ടല്ലോ. ലക്ഷ്മണനേവമുണർത്തിച്ച നേരത്ത് തൽക്ഷണേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു. ലക്ഷ്മണനേവമുണർത്തിച്ച നേരത്ത് തൽക്ഷണേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു. ലക്ഷ്മണനേവമുണർത്തിച്ച നേരത്ത് തൽക്ഷണേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു. ക്രിയാമാർഗോപദേശം. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിൻ നോക്കീലവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ളൊരു വാത്സല്യം മുഴക്കയാൽ. തന്നെ ഗ്രഹോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യരോട് മന്ത്രം കേട്ടു സാദരമാചാരപൂർവമാരാധിക്കാമെടോ. കമലത്തിങ്കലിങ്കലാകിലുമാം പുന
രഗ്നിഭവാങ്കലാകിലുമാമിടൂ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും മർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമ മുണ്ടെങ്കിലോ പുനരുത്തമം എത്രയും. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ആദരാൽ മുല്ലേപനാദിവിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ. മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയ നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ രുദ്ധ്യാർത്ഥമായി ചെയ്യുക സങ്കല്പമാതി. ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ഈ ദിവസം പ്രതി. സ്നാപനം ചെയ്യുക ശീലയാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. ഗന്ധപുഷ്പാദ്യകൾ കൊണ്ട് പൂജിച്ചവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിയുക നീ. മുഖ്യപ്രതിമാദികൾ ഇതലങ്കാരമൊക്കെ പ്രസാദം എനിക്കറിയുന്നറിയുക നീ. അഗ്നൗ യജിക്ക ഹവിസ്സുകൊണ്ടാദര ലർക്കനീ സണ്ടിലെന്തിങ്കലെന്നാകിലു. മുമ്പിലേ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം. ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യപൂജാദികൾ എന്തു പിന്നെ പറയണോ ഞാനടു. വസ്ത്രാജിനകുശാദ്യങ്ങളാൽ ആസനമുക്തമായത് കൽപ്പിച്ചുകൊള്ളണം. ദേവസ്യ സന്മുഖേ ശാന്തനായി ചെന്നിരുന്നു നാവിർമുദാലി വിന്യാസം കഴിക്കണം. ചെയ്യുക തത്വന്യാസവും കേശവാദ്വേനേ. ചെയ്യുക മമമൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നെ മുമ്പിൽ വാമേ കലശം വച്ചു. ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷതഭക്തൈവ സംഭരിച്ചിടണം. അർഘ്യപാദ്യ പ്രധാനാർത്ഥമായും അതു വർക്കാർത്ഥമാജമനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വച്ചുകൊള്ളണം. പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മക്കലാം ജീവസംജാം തടിദുജ്വാലം കമലേ ദൃഢം ധ്യാനിച്ചുകൊള്ളണം. പിന്നെ സ്വദേഹമഖിലം തയാ വ്യാപ്തമെന്നുറക്കേണം ഇളക്കവും കൂടാതെ. ആവാഹയേൽ പ്രതിമാദിഷു മൽക്കല ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം. പാദ്യവുമർഹ്യം തഥാ മധുപാർക്കമിദ്യേ പുനഃസ്നാനവസ്ത്രവിഭൂഷണൈ. എത്രയുള്ളത് കൊണ്ടു പ്രചാരമെന്നാല തത്രയും കൊള്ളാമെനിക്കുന്നതേ ഉള്ളൂ. ആഗമോക്തപ്രകാരേണ നീരാജനൈ ധൂപദീപൈർനിവേദ്യർ ബഹുവിസ്തരൈ. ശ്രദ്ധയാ നിത്യമായർപ്പിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിക നീ. ഹോമമഗസ്ത്യോക്തമാർഗകുണ്ടാലനെ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നീ. ഭക്ത്യാ പുരുഷ സൂക്തം കൊണ്ടു മാമെടോ ചിത്തതാരിങ്കിൽ നിനയ്ക്കു കുമാരാനീ. ഔപാസനാഗ്നോ ചരണാഭിഷാദ സോപാധിനാ ചെയ്ക ഹോമം മഹാമതേ.
തപ്തജാംബൂനദപ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം മാമേവ വഹ്നിമധ്യസ്ഥിതം ധ്യാനിക്ക. ഹോമകാലേ ഹൃദിഭക്ത്യാഭുതോത്തമൻ പാരിഷദാനാം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയേൻ മന്ത്രവൽ ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്ത്രവാസന്നാഗവല്ലീതലാലീം ദുത്വാമദഗ്രേ മഹാപ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാഠാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേരസ്സിമാമുറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനഃ നൃത്തമാങ്കേ നിധായാനന്ദപൂർവകം ദക്ഷമാം ഘോര സംസാരതിമോ രുക്വാ നമസ്കാരവും ചെയ്ത അനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യംഗസിംഗൽ യുദ്ധം ദിനമനോ പൂജിക്ക മത്സകേ. ഭക്തി സംയുക്തനായിട്ടുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കുകിൽ ദേഹനാശേ മമ സാരൂപ്യവും വരും മൈഹിക സുഖൗഖ്യങ്ങൾ എന്തു ചൊല്ലേണമെന്നു ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യിലു നിത്യപൂജാഫലമുണ്ടവനെന്നതും ഭക്തിപ്രിയൻ അരുൾ ചെയ്താനത് നേരം ശേഷാംശജാതനാം ലക്ഷ്മണനോട് ശേഷമിതമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ മാമമായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ ആ ജനകാത്മജേ സീതേ മനോഹരേ ആ ജഗന്മോഹിനീനാഥേ മമ പ്രിയേ ഏവമാതിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവൻ വരാതി ചമഞ്ഞത് സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ട് സൗമിക്യമോടുമരും ചില നേരം സൗമിക്യമോടുമരുവും ചില നേരം. ഹനുമത് സുഗ്രീവ സംഭാഷണം. ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനമങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം കേവിക്ക കവീന്ദ്ര നിനക്കുഹിതങ്ങളാ വാക്കുകൾ ഞാൻ പറഞ്ഞവ സാദരം നിന്നുടെ കാര്യം വരുത്തിരക്കുത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിപ്പീലതേതുമേ എന്നുടെ മനസ്സേ തോന്നുന്നഹോ. ബാലിമഹാബലവൻ കപിപുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാഘവൻ മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തതും രാജാഭിഷേകം ചെയ്തു മഹാജനപൂജനായി താരങ്ങളുമായിരുന്നേടു നീ എത്ര നാളിരിപ്പുണ്ടിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടോ തോന്നുന്നു ധരിക്ക നീ ആദ്യവാശ്വോപരമേശോധവാതവ മൃത്യുഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചിത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കലും
പർവ്വതാഗ്രേ നിജ സഹോദരൻ തന്നോട് മുർവീശ്വരൻ പരിതാപേന വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചില്ലേതുമേ. വാനര ഭവാനി മാനിനീ ശക്തനായി പാനവും ചെയ്തു മതിമറന്നോഹം രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നിങ്ങനെ. അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചീടും ഭവാനെയും നിർണയം. അഞ്ജനാനന്ദൻ തന്നെ വാക്കുകേട്ട് അഞ്ജസാഭീതനായൊരു സുഗ്രീവന് ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൽ, സത്യമെത്രേ നീ പറഞ്ഞത് നിർണയം. ഇത്തരം ചൊല്ലുമാമാത്തിനുമുണ്ടെങ്കിലും പ്രത്യീശനാപത്തുമെത്തുകയില്ലല്ലോ. സത്വരമെന്നുടെ ആജ്ഞയും തോടും ഭവാൻ പത്തുതിക്കിങ്കലേക്ക് വഹിച്ചിടണം. സപ്തദ്വീപസ്ഥിതിമാന്മാരായ വാനര സപ്തമന്മാരെ വരുത്തുവാനായി ദ്രുതം. നേരെ 10,000 കബീവരെ ഭാരതയ്ക്കുള്ളു സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരേണം. കവികുലം പക്ഷം കഴിഞ്ഞു വരുമെന്നാകിലോ വന്ധവനതിനില്ലോ ഒരു സംശയം. സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ. അഞ്ജനാപുത്രനോർദിത്തം നിയോഗിച്ചു മഞ്ജുളം മന്ദിരം പൂക്കിരുന്നിടിനാൽ പത്രനിയോഗം പുരുഷാകൃതമാരുത പുത്രനും വാനരസത്തമന്മാരെയും പത്തുതിക്കിന്നുമയച്ചാനഭിമതൻ ദത്തപൂർവം കവീന്ദ്രന്മാര് വന്നേരം വായുവേഗ പ്രചാരേണ കവികുലം നായകന്മാരെ വരുത്തുവാനായി മുത പോയി ദുദാനമാനാദിതൃപ്തനാത്മന മായാ മനുഷ്യകാര്യാർത്ഥമതിദ്രുതം. പോയി ദുദാനമനാദിതൃപ്താത്മന മായാ മനുഷ്യകാര്യാർത്ഥമതിദ്രുതം. മായാ മനുഷ്യകാര്യാർത്ഥമതിദ്രുതം. ശ്രീരാമന്റെ വിരഹതാപം. രാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധവും. താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൽ, പാപമയ്യോ മമ കാൺക കുമാരാ നീ. ജാനകീ ദേവി മരിച്ചിതോ പുത്രജിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതും അറിഞ്ഞുമില്ലല്ലോ. കച്ചിൽ പുരുഷൻ എന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്ന് ചൊല്ലിയിടുകിൽ. കേവലമെത്രയും ഇഷ്ടനവൻ മമ എങ്ങാനുമുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇങ്ങുബലാൽ കൊണ്ടുപോരുവൻ നിർണയം. ജാനകീ ദേവിയെ കട്ടകളൻ തന്നെ മാനസഗോപേന നഷ്ടമാക്കിയിടുവൻ. വംശവും കൂടെ എടുക്കുന്നതുണ്ടോരു സംശയമേതും അതിനില്ല നിർണയം. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനെ കാണുന്നുവല്ലവേ. ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനുമാദിത്യനെ പോലെയായത്. ചന്ദ്രശീതാം ശുക്കളാൽ അവളെ ചെന്ന് മന്ദമന്ദം തലോടിത്തതാ വന്നു തടവീടുകെന്നെയും സാദരം. നിന്നുടെ ഗോത്രജയമല്ലോ ജനഗജ. സുഗ്രീവനും ദയാഹീനനത്രേ തുലോ. ദുഃഖിതനാം എന്നെയും മറന്നാനല്ലോ
നിഷ്കണ്ടകം രാജ്യമാശ്വലിപ്പിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടി ദിവാനിശം മദ്യപാനാസക്ത ചിത്തനാം കാമുകൻ വ്യക്തം കൃതഘ്രണത്രേ സുമിത്രാത്മജ വന്നു ശരത്കാലമെന്ന് കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞ വണ്ണം സഖി അന്വേഷണം ചെയ്താധിവാസവും മെന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാം എന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ട് സുഗ്രീവൻ ഓർക്കനി കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ ഗ്രഹിച്ചിടുവാൻ അഗ്രജമാർഗം ഗമിക്കേണമെന്നിനി സുഗ്രീവനും അതിനിൽ ഒരു സംശയം ഇത്തമരുൾ ചെയ്ത രാഘവനോടരീ ക്രുദ്ധനായൊരു സമിത്രി ചൊല്ലിയിടിനാൾ വന്ധ്യനായൊരു സുഗ്രീവനെ സത്വരം വിടകൊൾവനത്യതവാന്തികം ആജ്ഞയാപയാശുമാമെന്നു പറഞ്ഞതീ പ്രാജ്ഞനായൊരു സുമിത്രാതനയനും ആദായ ചാപതുണീര ഖഡ്ഗവുങ്ങളും ക്രോധേന ഗന്ധുമദ്യുദ്യതം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടോന്നു നിന്നോടിനെയും പറയുന്നു അന്തവ്യനല്ല സുഗ്രീവൻ മമസഖി കിന്തു ഭയപ്പെടുത്തിയിടുകന്നേ വരൂ ബാലിയെപ്പോലെ നിനക്കും വിരവോട് കലാപുരത്തിനു പോകാമറിയ നീ ഇത്തം അവനോട് ചെന്നു ചെന്നാലതി ഉത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാലതി അതിന് രൂപമാകുന്നതോത്തു കർത്തവ്യമനന്തരം കർത്തവ്യമനന്തരം ലക്ഷ്മണന്റെ പുറപ്പാട്. അഗ്രജൻ മാംജയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നേടിന കിഷ്കിന്ധയോടും ദഹിച്ചു പോം ഇപ്പോഴേ മർക്കടജാതികൾ എന്ന് തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലൻ അജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃതശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശാരഥം ചെയ്തവോ ഫലം തന്നുടെ സിദ്ധി വരുത്തിക്കെടുക്കുവാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ച പരാപരൻ ആനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസ സമജ്ഞാന സംയുക്തമാകയാൽ മോക്ഷം വരുത്തുവതെങ്ങനെയെന്ന് ഞാനെന്ന് സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവജഗൻ മോഹനാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ യഥ രാമനായി മാനുഷ വ്യാപാരജാതയാം രാമായ പിതാമാനന്ദദായിനി സൽക്കഥാമി പ്രപഞ്ചത്തിലൊക്കവേ വിഖ്യാതയാക്കുവാനന്ദ പുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥ സിദ്ധയെ തത്തൽ ക്രിയാകാലതിശോചിതം നിജ ചിത്തേ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ
സത്വാദികളാം ഗുണങ്ങളിൽ താനനു രക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ. വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ, വിജ്ഞാന ശക്തിമാനവ്യക്തനദ്വയൻ, കാമാദികളെല്ലാവിലപ്തിതനവ്യയൻ, വ്യോമവിദ്വാപ്തനന്തരനാമയൻ, ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ. സർവാത്മകനെ ചിലരറിഞ്ഞിടൂ, നിർമ്മലമാതാക്കൾക്കുള്ള ഭക്തന്മാർക്ക് സമ്യക് പ്രബോധമുണ്ടാവെന്ന് ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സംജായതേ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ. കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണൊലിയിട്ടിത്. മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു, ചക്രു കിലുകില ശബ്ദം പരവശാൽ. വപ്രോമാരൻ അവനെ കണ്ടു പേടിച്ചു, ചക്രുകിലുകില ശബ്ദം പരവശാൽ. വപ്രോപരിപ്പാഞ്ഞു വല്ലും മരങ്ങളും വിഭ്രമത്തോടുകയിൽ പിടിച്ചേവരും. പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം. മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യുദദ്യനായ സൗമിത്രി വില്ലും കുങ്കുഴിയെ കുലച്ചു വലിച്ചിത്. മല്ലൂകവൃന്ദവും വല്ലാതെയായത് ലക്ഷ്മണനാഗതനായതറിഞ്ഞത തൽക്ഷണം മംഗതനോടി വന്നിനാൻ. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞുതാ നേകനായി ചെന്ന് നമസ്കരിച്ചിടിനാൻ. പ്രീതനായ ആശ്ലേഷവും ചെയ്തവനോട് ജാതിമോദ സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛവത്സസ്ത്വം പൃഥ്വിനെ കണ്ടു ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ. ഇച്ഛയായുള്ളതു ചിത്ര ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാലനർത്ഥ വിളംബിതം വരും. ഉഗ്രജാമഗ്രജൻ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രനേക്ഷണാൽ. അഗ്രജമാർഗം ഗ്രമിക്കണമെന്നുണ്ട് സുഗ്രീവനുൾ കാമ്പിലേ നിങ്കലേ വരും എന്നരുൾ ചെയ്തതു ചെന്നു പറയുന്നു. ചൊന്നതു കേട്ടൊരു വിരവാലി തനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരത്വാരി പുറത്തു ഭാഗത്തിനി. കാപേയ ഭാഗം കളഞ്ഞു വന്ദിക്കജൻ ആപത്തല്ലായിലുണ്ടായി വരും ദൃഢം. സ്വന്ത്രസ്ഥനായ സുഗ്രീവൻ അത് കേട്ടു മന്ത്രിപ്പവരനാമാരുതി തന്നോട് ചിന്തിച്ചു ചൊല്ലിനാൻ അംഗദനോടുകൂടാന്തിയെ ചെന്നു വന്ദിക്ക സൗമിത്രി. സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരുക ശാന്തനായ ഒരു സൗമിത്രാതനയൻ. മാരുതിയെ പറഞ്ഞേ മയച്ചഥ താരയോടാത്മജൻ പറഞ്ഞിടിന. താരാധിപാനനെ പോകണമാശു നീ താരേ മനോഹരി. ലക്ഷ്മണൻ തന്നെ ചാരത്ത് ചെന്ന് കോപത്തെ ശമിപ്പിക്ക. സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടുപോന്നെയും വേഗേന കാട്ടിക്കലുഷഭാവത്തെയും നീക്കണം. തീർത്ഥമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നേടിനാൾ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമോ സഹോദരൻ തന്നെ വണങ്ങിന. ഭക്ത്യാ കുശല പ്രശ്നങ്ങളും ചെയ്തു
മിത്രയോടജ്ഞനാനന്ദനൻ ചൊല്ലിനാൻ, എന്തു പുറത്തു ഭാഗേ നിന്നരുളുവാൻ, അന്തഃപുരത്തിലാം മാറെഴുന്നള്ളണം രാജതാരങ്ങളെ നഗരാപി. രാജാവ് സുഗ്രീവനെയും കനിവോട് കണ്ടു പറഞ്ഞാൽ, അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. യുദ്ധം പറഞ്ഞുകയും പിടിച്ചാശ്വാസം മിത്രിയോടും മന്ദം മന്ദം നടന്നിത്. യൂഥപൻ മരുവീടും മണിമയ സൗധങ്ങളും പൂരിശോഭയും കണ്ടുകൺ ആനന്ദമുൾക്കൊണ്ടു മധ്യകാംക്ഷ്യാം ചെന്നു. മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു തുല്യമുഖിയായ മാനിനി, താരാജഗൻ മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം. ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതിതെന്നറിഞ്ഞില്ലയോ, ഭക്തനായി എത്രയും ഉത്തമനായി തവ വൃത്യനായോ രമേന്ദ്രനോടിങ്ങനെ. കോപമുണ്ടായാൽ അവനെന്താ ഒരു ഗതി, ചാവല്യമേറും ഇത്യാദികൾക്കാർക്കോക്കണം. മർക്കടവീര്യൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശുഭവൽ കൃപയാപരി രക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായിക വേണം. ദയാനിധി പരാഭക്തപാരായണ നാനാദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ. 10 സഹസ്രം ദൂതന്മാരെ വിട്ടത് 10 ദിക്കീന്നും കവികുല പ്രൗഢരും വന്നു നിറഞ്ഞതു കാണവിടെ പുനരൊന്നിനും ദണ്ഡവിനിയില്ലെന്ന നയം. നക്തഞ്ചരക്കുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കവിസത്തമന്മാരെല്ലാരും. പുത്രകളത്ര മിത്രാന്വിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവപാദാംബുജം വന്ദിച്ചു. കാര്യവുമാശു സാധിക്കാമെന്നറിഞ്ഞാലും താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം വിസ്തൃതനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്ദിച്ചു. മത്തനായി വിഹ്വലിതേക്ഷണനാം കവി സത്തമന്നേ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ നീരഘു. സത്തമൻ തന്നെ മറന്നിങ്ങനെ പുത്രാരിപുത്രൻ നീ കൊന്ന ശരമാര്യ പുത്രൻ കരസ്ഥിതമെന്നറിയ നീ. അഗ്രജമാർഗം ഗമിക്കയാൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നത് കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിന, യുദ്ധമരുൾ ചെയ്വതിനെന്തു കാരണം, ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കവി സത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നതു താമസമെന്നേ വാനരപുങ്കവൻ. വിസ്മൃതനായിരുന്നിടുകയല്ലേതും വിസ്മയമാം മാറു കണ്ടീലയോ ഭവാൻ. പീകേനാദിഗന്ധരത്തിങ്കൽ നീ നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യമശേഷേണ സാധിക്കും മാമയമെന്നേ വാനരനായകൻ.
മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയും ആരൂഢലജനായി നിൽക്കും ദശാന്തരെ സുഗ്രീവനർഘ്യാപദ്യൗദ്യാനെ പൂജിച്ചു അഗ്രഭാഗേ വീണു വിഗ്രം വീണ്ടും തുടങ്ങി വണങ്ങിനാൻ. ശ്രീരാമദാസോഹമാഹന്തരാഘവ കാരുണ്യലയലേശേന രക്ഷിതനദ്യവജ്ഞാൻ. ലോകത്രയത്തിക്ഷണാർത്ഥമാത്രം കൊണ്ട് രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൻ. സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങൾ ഏവരും തൻ നിയോഗത്തെ വഹിക്കുന്നു. ആർക്കാത്മജൻ മൊഴിയേട്ടു സൗമിത്രിയും ഉൾക്കാം വഴിഞ്ഞവനോട് ചൊല്ലിയിടിനാൻ. ദുഃഖേന ഞാൻ വർഷങ്ങൾ പറഞ്ഞു ഒക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ. നിങ്ങൾ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞത് ഞാനിടു. വൈകാതെ ഭോഗവനത്തിനു നാവിനെ രാഘവൻ താനെ വസിക്കുന്നതുമിടു. നിങ്ങൾ അധികമുണ്ടായികയാൽ സങ്കടം കൊണ്ടു പറഞ്ഞത് ഞാനിടു. വൈകാതെ ഭോഗവനത്തിനു നാവിനെ സുഗ്രീവൻ താനെ വസിക്കുന്നതുമിടു. സുഗ്രീവന്മാർ ശ്രീരാമ സന്നിധിയിൽ. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിലക്കരേറി സുമിത്രാത്മജനുമായി പേരിമൃദംഗ ശങ്കാദിനാദത്തോടും അഞ്ജനാപുത്ര നീലാംഗ ദാദ്യൈരല മഞ്ജസാവാനരസേനയോടും തഥ ചാമരശ്വേതാതപത്രവ്യജനവാൻ സാമരസൈന്യനാൻ അകലനെ പോലെ രാമൻ തിരുവടി ചെന്നു കാൺമതിൽ ആദരാമോദത്തോട് നടന്നു കവിയുരൻ. ഗഹുരദ്വാരിശിലാതലേ വാഴുന്ന വിഹുലമാനസം ചിരാജിനധരം ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹ സന്തപ്തം മനോഹരം കാന്തം വൃഷപക്ഷി സഞ്ജയ സേവിതം ദന്തം മുദ്ര കണ്ടു ദൂരാൽ കവിയുരൻ തേരിൽ നിന്നാശു താഴേക്കിറങ്ങിയിടിനാൻ. വീരനായൊരു സൗമിത്രിയോടും തഥാ ശ്രീരാമ പാദാരവിന്ദാന്തിയെ വീണു പൂജിച്ചു ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമചന്ദ്രനും വാനരവീരനെ കാരുണ്യമോട് ഗാഠം പുണർന്നിടിനാൻ. സൗഖ്യമല്ലീ ഭവാനെന്നൊരു ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആതിഥ്യമായുള്ള പൂജയും ചെയ്തള ആദിത്യപുത്രനും പൂതി പൂണ്ടാൻ തുലു ആദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദീരമിതമാം രാമ 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 ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതി. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ. ഇതോടുകൂടി ഇന്നത്തെ
രാമായണ പാരായണത്തിലെ 17-ാം ദിവസത്തെ പേജുകൾ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.